ഹായ് ഓൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ അഥവാ ലൈൻമാൻ കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആറേഴ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ITI ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എല്ലാവരും ഈ പറഞ്ഞ പോളിക്കാരും ഇത് എഴുതുന്നുണ്ട്, ബിടെക്കാരും ഇത് എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 100 അവേഴ്സ് മാത്രം മതിയാവും ഈ പറഞ്ഞ പേപ്പർ തീരാൻ. അതിലൊരു 60 അവർ മതിയാവും നമുക്ക് എന്തിന്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തിയറി പാർട്ട് തീരാൻ. ആസ്പെയർ നമ്മൾ ഈ പറഞ്ഞു വന്ന ബിടെക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ പേപ്പർ സെമസ്റ്ററിൽ ഒരു പേപ്പർ പഠിച്ച, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേപ്പർ, 2 പേപ്പർ നോക്കിയോ. നിങ്ങൾ എൻ്റെ എഞ്ചിനീയറിംഗിൽ 10-45 പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ 2 പേപ്പർ പഠിക്കുന്ന അത്രയും ലാഘവത്തോടെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് തീർക്കാൻ പറ്റും. കൂടെ തന്നെ നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് എനഫ്. നമ്മൾ ഈ ബിടെക്കിന് പഠിച്ച രീതിയാണെന്ന് ചോദിച്ചാൽ ടോട്ടലി അല്ല. നമ്മളിപ്പോൾ DC മിഷനെ പറയാൻ പോകുന്നത്. DC മിഷന്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. ഒരു ബേസിക് ഐഡിയ നമുക്ക് എല്ലാത്തിലും ഉണ്ടാകുക എന്നുള്ളതും, പിന്നെ കുറച്ച് മെറ്റീരിയലും അങ്ങനെയുള്ള ഇൻഡെപ്തിൽ നമ്മളൊരു ഇലക്ട്രീഷ്യൻ ലെവൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താ, നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അതിൻ്റെ അതറിയാം, അതിൻ്റെ കോമ്പറ്റീഷൻ എന്തുണ്ടെന്ന് അറിയാം. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെറും 60 അവർ 40 അവർ നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. എന്തിന്? 100 അവറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ്. ഇത്രയും മതിയാവുന്നതിന് ഫോർ പാസ് ദിസ് എക്സാമിനേഷൻ. ഇതൊന്നും ഈ ഓപ്പർച്യൂണിറ്റികൾ ആരും അറിയുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാം. നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസോ ബാങ്ക് ടെസ്റ്റോ വെച്ച് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ വളരെ വളരെ ലെസ്സാണ്. കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 2 സെമ്മിൽ പഠിക്കാനുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ പഠിക്കാനുണ്ട്. 2 സെമ്മിലല്ല, ഒരു സെമ്മിലുള്ള 2 പേപ്പർ ബിടെക്കിന് പഠിക്കുന്ന അത്ര പഠിപ്പുള്ളൂ. ഇത് മുഴുവൻ സബ്ജക്റ്റ് ഉണ്ട്. കൂടെ തന്നെ ഞാൻ പറഞ്ഞു വരുന്ന സാലറി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസിൻ്റെയും ഈ പറഞ്ഞ ബാങ്ക് ടെസ്റ്റ് 36,000 വരെ വരുന്നുണ്ട് തുടക്കം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ചെറിയ ഓപ്പർച്യൂണിറ്റി അല്ല, വളരെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറാം. ഇതിനുശേഷം യു ക്യാൻ എന്താ പറയുക, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എയ്ക്കോ അല്ലെങ്കിൽ സബ് എഞ്ചിനീയറിനോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ITക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നേ ഉള്ളൂ, യു ജസ്റ്റ് സ്റ്റഡി ദിസ് തിങ്സ് വെരി വെൽ. നിങ്ങളുടെ തന്നെ പോർഷൻസ് ആണ്. നിങ്ങൾ ഈ ബിടെക്കാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് സ്റ്റഡി ദിസ് മച്ച്, യു ക്യാൻ ഈസിലി ക്രാക്ക് യുവർ. അപ്പോൾ എനിവേ നിങ്ങളോടെല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാം. കട്ടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രീഷ്യൻ്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് DC മിഷനിലാണ്. DC മിഷൻ യഥാർത്ഥത്തിൽ പറയുമ്പോഴല്ലോ നമ്മൾ ഈ മിഷൻസ് ഒക്കെ പഠിക്കേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മിഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് ഈ പറഞ്ഞു വന്ന ജനറേറ്ററിന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, മോട്ടർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പം ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് ജനറേറ്റർ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞു വന്ന മെക്കാനിക്കൽ ഔട്ട്പുട്ടിനെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആളാണ് ജനറേറ്റർ. എന്നാൽ ഇലക്ട്രിക്കൽ ഇൻപുട്ടിനെ മെക്കാനിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ടീമാണ് മോട്ടർ. നമ്മുടെ വീട്ടിൽ മോട്ടർ വെച്ചേക്കുന്നത് എന്തിനാണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം അടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഈ പറയുന്ന മോട്ടറാണ്. ആ മോട്ടർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി എടുത്തിട്ട് താഴെ ഇരിക്കുന്ന വെള്ളത്തെ മുകളിലോട്ട് കൊണ്ടുവിടും. ശരിയല്ല, ടാങ്കിലോട്ട് കൊണ്ടുവിടുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും പറയുമ്പം ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആരൂടെ ഉണ്ടെന്നറിയോ? ജനറേറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മോട്ടറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഫ്ലക്സ് ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഒരു മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ നടക്കുന്ന ആരുടെ പ്രസൻസിലാണെന്നറിയോ? മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറയാം, നമ്മുടെ പാളയം പള്ളിയുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ശരിയല്ലേ? നമ്മളിപ്പോൾ ആ പറയുന്ന ആ ഫ്ലെക്സിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുമ്പോൾ നമുക്ക് ദൈവം അതിനൊരു അനുഗ്രഹമായിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഇലക്ട്രീഷ്യൻ ജോബ് തരുന്നു. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ ഞാനിപ്പം പാളയം പള്ളിയുടെ ഇത് പറയാൻ കാരണം ഇങ്ങനെ ഫ്ലെക്സ് കാണിക്കുന്ന പോലെ ദൈവം നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശരിയല്ലേ?
അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പറയുന്ന ദൈവത്തിൻ്റെയും ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ശരിക്കും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കറണ്ട് കിട്ടും. അതാണ് ആര് പറഞ്ഞത്? ഫാരഡേസ് ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഫാരഡേസ് ലോ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൻ്റെ അകത്തിരുന്ന് ഒരാൾ മൂവ് ചെയ്താൽ ആ പറയുന്ന കണ്ടക്ടറിൻ്റെ അകത്ത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഒരു കറണ്ട് കടന്നു പോയാൽ ദർ വിൽ ബി എ ഫോഴ്സ്. ഇതെല്ലാം പറയുന്ന ഒറ്റ കാര്യം തന്നെയാണ്. എന്താണ്? ഈ പറഞ്ഞു വന്ന ഫാരഡേസ് ലോ തന്നെയാണ്. ക്ലിയർ അല്ലേ? രണ്ടും രണ്ട് രീതിയിലാണ് പറഞ്ഞത്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നു മാഗ്നറ്റിക് ഫീൽഡിൽ, ജനറേറ്ററാണ്. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തിരുന്ന ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അത് മൂവ് ചെയ്യപ്പെടുന്നു, അത് മോട്ടറാണ്. ക്ലിയർ ആണ്? കാരണം ഔട്ട്പുട്ട് വേണ്ടത് മെക്കാനിക്കലാകുന്ന മോട്ടറിൽ, ഔട്ട്പുട്ട് വേണ്ട ഇലക്ട്രിക്കലാകുന്ന ജനറേറ്ററിൽ. ക്ലിയർ ആണ്? അപ്പൊ ഇനിയും ചോദിക്കുന്നതാ ചോദിച്ചാൽ, അപ്പൊ നമ്മൾ ആ പറഞ്ഞു വന്ന പോയിന്റ് ഒന്നുകൂടെ പറയാം. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. മോട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻപുട്ടിനെ മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. ഇവിടെ എല്ലാം ആരുണ്ടാകണം? വിത്ത് ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ലോ തന്നെയാണ് ഇത് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ നമ്മൾ പറഞ്ഞു വന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ ദെയർ വിൽ ബി എ കറണ്ട്. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കണ്ടക്ടറിനകത്ത് കറണ്ട് കടന്നു പോകണമെങ്കിൽ ദെയർ വിൽ ബി എ ഫോഴ്സ്. ഇതെല്ലാം ക്ലിയർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പം ജനറേറ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ടർ ടർബൈൻ. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും, നമ്മുടെ ഹൈഡൽ പവർ പ്ലാന്റ് ഒക്കെ പഠിക്കും. അവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പെൻസ്റ്റോക്കിലൂടെ, പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഉദ്ദേശിച്ചാൽ മതി, പെൻസ്റ്റോക്കിലൂടെ വളരെ എന്താ പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജിയിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ വരുന്ന വെള്ളം ഈ പറയുന്ന ടർബൈനിൽ വന്ന്, ടർബൈൻ്റെ മറ്റേ എന്തിന്, നമ്മുടെ ഈ പറഞ്ഞു വന്ന നോസിൽ വഴിയായിട്ട് നേരെ വന്ന് നമ്മുടെ ബക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ അകത്ത് വന്ന് അടിച്ച്, അല്ലെങ്കിൽ ഏത് വന്ന് നമ്മുടെ പെൻസ്റ്റോക്ക് വഴി വന്നിട്ട് നേരെ വന്ന് നോസിൽ വഴി കയറി നമ്മുടെ ടർബൈനിൽ വന്ന് നമ്മുടെ ചക്രത്തെ കറക്കാൻ തുടങ്ങും. അവിടെയുള്ള ബക്കറ്റിൽ വന്ന് വെള്ളം വീഴുന്നു, അല്ലെങ്കിൽ ബക്കറ്റിൽ വന്ന് ശക്തമായിട്ട് വെള്ളം അടിക്കുന്നു. അത് എന്തിനെ കറക്കുന്നു? നമ്മുടെ ചക്രത്തെ കറക്കുന്നു. ആ ചക്രം എവിടെ നിന്നാണ് കറങ്ങുന്നത്? ഷാഫ്റ്റിനെ കറക്കുന്നു. ആ ഷാഫ്റ്റ് കണ്ടക്ടർ റിപ്പോർട്ട്, കണ്ടക്ടർ ഏതിനകത്ത് മൂവ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തിരുന്ന് മൂവ് ചെയ്യുന്നു. അതിൽ ഒരു കണ്ടക്ടറാണ് ഈ കാണിച്ചത്. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും ഫ്ലക്സ് കൊടുക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നോർത്ത് ടു സൗത്ത് ഫ്ലക്സ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പറയുന്ന ഫ്ലക്സിന്റെ അകത്ത് ഈ പറയുന്ന കണ്ടക്ടർ മൂവ് ചെയ്യാണ്. ആരെ വെച്ചിട്ട് മൂവ് ചെയ്യാണ്? ടർബൈൻ വെച്ചിട്ട്. അപ്പോൾ വാട്ടർ ടർബൈൻ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിന് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ മെഷീൻ അല്ലെങ്കിൽ ജനറേറ്റർ. ആൾട്ടർനേറ്റർ എന്നൊക്കെ ഉള്ള വേർഡ് AC വരുമ്പോഴാണ് പറയുന്നത്. DC ജനറേറ്റർ എന്ന് ഇപ്പം പറയാം, DC മെഷീനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻപുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, വാട്ടർ ടർബൈൻ കൊടുക്കുന്ന മെക്കാനിക്കൽ ഇൻപുട്ടാണ്. ഇത് ഡൗട്ടൊന്നും. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഒരു എന്താ പറയുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മാഗ്നറ്റ്. മൂന്നാമത് സെൽഫ് എക്സൈറ്റഡ് മാഗ്നറ്റ് യൂസ്. വളരെ സിമ്പിളാണ്. നമ്മൾ ജനറേറ്റർ എന്താന്ന് പറഞ്ഞു, മോട്ടർ എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ കയറി പോകുന്നത് DC ജനറേറ്ററിലാണ്. DC ജനറേറ്ററിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതിന് വാട്ടർ ടർബൈൻ ചെയ്യാം, ഡീസൽ ടർബൈൻ അല്ലെങ്കിൽ ഡീസൽ ടർബൈൻ എന്ന് പറയേണ്ട, നമ്മൾ പറയുന്നത് എന്താ? ഡീസൽ എഞ്ചിൻ വെച്ച് നമ്മൾ കറക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പറയും സ്റ്റീം ടർബൈൻ. നമ്മുടെ സ്റ്റീം കൊണ്ട് ഉണ്ടാക്കുന്ന ടർബൈൻ.
അപ്പോൾ അത് വന്ന് വളരെ ശക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞു വന്ന നമ്മുടെ ഷാഫ്റ്റിലോട്ട് വന്ന് അടിക്കുകയാണ്, അല്ലെങ്കിൽ ടർബൈൻ്റെ ഈ പറഞ്ഞ ബക്കറ്റിലോട്ട് വന്ന് അടിക്കുകയാണ്. ആ ബക്കറ്റ് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് ഷാഫ്റ്റിനെ കറക്കും. ഷാഫ്റ്റ് കണ്ടക്ടർ ഇരിപ്പുണ്ട്, കണ്ടക്ടർ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് എന്ത് ചെയ്യും, നോർത്ത് പോൾ സൗത്ത് പോൾ ആ മാഗ്നറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. മേ ബി സം ടൈം നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് കറണ്ട് വെച്ചിട്ട്. ആ കറണ്ട് ചിലപ്പോൾ പുറത്തുനിന്ന് എക്സ്റ്റേണലി കൊടുക്കുന്നതായിരിക്കും. അതാണ് ഏത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട ഈ മാഗ്നറ്റിക് ഫീൽഡ് കോയില് ചുറ്റിയിട്ടുണ്ട്. പെർമനന്റ് മാഗ്നറ്റ് അല്ല. ഈ മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേറ്ററിൻ്റെ തന്നെ ഇൻപുട്ട് വെച്ചിട്ടാണ്. അതാണ് സെൽഫ് എക്സൈറ്റഡ്. നമ്മളത് കുറച്ചുകൂടി ചിലപ്പോൾ കാണും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ജനറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ജനറേറ്ററിൻ്റെ അകത്ത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് മെക്കാനിക്കലാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കലാണ്. അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. രണ്ടാമത് നമ്മൾ മെക്കാനിക്കൽ ഇൻപുട്ട്. ഈ മെക്കാനിക്കൽ ഇൻപുട്ട് ആര് കൊടുക്കും എന്ന് ചോദിച്ചാൽ ടർബൈൻ. അത് ഏത് സ്ഥലത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കിയിൽ നമ്മുടെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇടുക്കിയിലുള്ള നമ്മുടെ ഹൈഡൽ പവർ പ്ലാന്റിലാണെങ്കിൽ വാട്ടർ ടർബൈൻ ആയിരിക്കും. ഡീസൽ എഞ്ചിൻ നമ്മുടെ കായംകുളം തിരിക്കുന്നിടത്ത് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നമ്മളെന്ത് പറയും, ആ ഡീസൽ എഞ്ചിനാണ് ഇതിനെ കറക്കുന്നത്. ഏതിനെ കറക്കുന്നത്? ആൾട്ടർനേറ്ററിന്റെ ഷാഫ്റ്റിനെ കറക്കുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്ന അത് ഈ പറയുന്ന സ്റ്റീം എഞ്ചിൻ ആകാം, എന്തുവാകാം. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് എന്താ ചോദിച്ചാൽ, പെർമനന്റ് മാഗ്നറ്റോ അല്ലെങ്കിൽ സെൽഫ് എക്സൈറ്റഡോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡോ മാഗ്നറ്റ് കൊടുത്തോളും ഈ പറഞ്ഞ മെഷീനെ വർക്ക് ചെയ്യിക്കും. ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളെല്ലാം യൂസ് ചെയ്ത് ഏതായിരുന്നു? ഇവിടെ നമ്മളെല്ലാം യൂസ് ചെയ്ത് ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ ആണ്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന പോലെ അറിയോ, നോർത്ത് പോളും സൗത്ത് പോളും കണ്ടക്ടർ. നമ്മൾ പറയുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്ററിംഗ്. സ്പ്ലിറ്ററിംഗ് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കുന്ന ഒരാളാണ്. സ്ലിപ്പറിംഗ് ഇപ്പം നിങ്ങളത് പഠിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിക്കുള്ളൂ. ഈ സ്ലിപ്പറിംഗ് എവിടെ വരും ചോദിച്ചാൽ AC മെഷീനിൽ. അത് അവിടെ വരുമ്പോൾ നമ്മൾ ആ പടം പഠിക്കും, അപ്പം പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് സ്പ്ലിറ്ററിംഗ് ആണ്. ഈ സ്പ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കണ്ടക്ടറിന്റെ A ഇവിടെ ഉണ്ട്, B ഇവിടെ ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇപ്പോൾ ഇസേ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെ കറങ്ങുകയാണ് ഈ കണ്ടക്ടർ. അപ്പം നോർത്ത് ടു സൗത്ത് പോളുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആരുടെയാണെന്നറിയോ, നമ്മൾ ജനറേറ്ററാണ്. ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 ലെഗാണ്, 3 ഇതാ ഉള്ളത്. ഏതാണുള്ളത്? ഫിംഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 തമ്പ്, 2 ഫോർ ഫിംഗർ, മിഡ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ പോകാം. അപ്പം ജനറേറ്ററിൻ്റെ കേസിൽ ഒരു കാര്യം ഓർത്തോളാം, 4 ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫ്ലക്സ് ആണ്. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞു വരുന്നത് തമ്പെന്ന് പറയുന്നത് മോഷനാണ്. അപ്പോൾ മിഡിൽ ഫിംഗർ എന്തായിരിക്കും? EMF ആണ്.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. തമ്പുണ്ട്, ഫോർ ഫിംഗർ ഉണ്ട്, മിഡിൽ ഫിംഗർ ഉണ്ട്. ഓക്കെ ആണോ പറഞ്ഞോനെ? അപ്പൊ ഇനി നമ്മുടെ ചോദ്യം എന്നാ ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന മെഷീനില് നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ നിങ്ങളും ഈ പറഞ്ഞ റൈറ്റ് ഹാൻഡ് ഒന്ന് ഇങ്ങനെ പൊക്കി വെക്കുക. ഈ പറയുന്ന ഫോർ ഫിംഗർ ഫ്ലെക്സ് കടന്നു പോകുന്നത്, ഇവിടെ നമുക്ക് ഫ്ലെക്സ് കടന്നു പോകുന്ന പാത്ത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വെച്ചു ഫോർ ഫിംഗർ. ഇതിന്റെ മോഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. കാണുന്നുണ്ട്, അകത്തേക്കാണ്. ഇപ്പൊ ഈ എ എന്ന് പറഞ്ഞ കണ്ടക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഹാൻഡ് വെക്കാൻ നോക്കുക. അപ്പൊ ഈ പറയുന്ന മോഷൻ എങ്ങോട്ടാണ്? അകത്തോട്ടാണ്. ഓക്കെ അല്ലേ? ഫ്ലക്സ് ഇതെങ്ങോട്ടാണ്? ഫ്ലക്സ് ഇങ്ങോട്ടാണ്. ഫ്ലക്സ് ഈ പറഞ്ഞ ഫോർ ഫിംഗർ ആണ്. തമ്പ് എങ്ങോട്ടാണ്? മോഷനാണ്, അത് അകത്തോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ താഴേക്കാണ് എന്ത് വരേണ്ടത്? ഈ പറഞ്ഞു വന്ന എന്ത് വരേണ്ടത്? EMF വരേണ്ടത്. അപ്പൊ കറണ്ട് എങ്ങോട്ടായിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ തിരിച്ചിവിടെ നമുക്ക് നോർത്ത് ടു സൗത്ത്, ഈ സ്ഥലത്ത് എങ്ങോട്ട് വരും? ഇതിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് കറണ്ട് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ അല്ലേ പറഞ്ഞോളെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് കിട്ടും. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. ഇതാണ് നമ്മൾ പറയുന്നത് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ മോട്ടറിനെ കുറിച്ച് പറയും. അപ്പൊ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളും പറയും. അപ്പൊ റൈറ്റ് ഹാൻഡ് ഫിഗർ എന്തിനു വേണ്ടിയാണ്? റൈറ്റ് RIGHT ആണ്. ഈ G എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ജനറേറ്റർ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്പൊ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡിന്റെ അകത്ത് ഈ പറഞ്ഞ മോട്ടർ ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പൊ റൈറ്റ് ഹാൻഡിൽ G എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിന് വേണ്ടിയും ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടറിന് വേണ്ടിയും. അപ്പൊ അതിന്റെ ഓരോ തമ്പ് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു? മോഷൻ ആണെങ്കിൽ ഫോർ ഫിംഗർ എന്തിനു വേണ്ടിയാണ്? ഫ്ലെക്സിന് വേണ്ടിയാണ്. മിഡിൽ ഫിംഗർ എന്തിനു വേണ്ടിയാണ്? EMFന് വേണ്ടിയാണ്. അത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്ന കറണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. A എന്ന് പറഞ്ഞിരിപ്പുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ A ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. അത് കറങ്ങി എവിടെ എത്തും? B ഉള്ള സ്ഥലത്തെത്തും. ആ സമയത്ത് കറണ്ട് എങ്ങോട്ടാവും? മുകളിലോട്ടാവും. A B അപ്പൊ ഇപ്പുറത്തെത്തി. ആ കറണ്ട് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് അറിയോ? ഇത് മൈക്ക ഇൻസുലേഷൻ ആണ്. എന്ത് കാണിച്ചേക്കുന്നത്? മൈക്കയാണ് ഈ പച്ചയെ കാണിച്ചേക്കുന്നത്. മൈക്ക അപ്പൊ എന്താണ്? ഇൻസുലേഷൻ ആണ്. അപ്പൊ A ഈ സ്ഥലത്ത് നോർത്തിനടുത്തിരിക്കുന്ന സമയത്ത് കറണ്ട് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടേക്ക് കറണ്ട് പോയി. ഈ A' ഇപ്പുറത്തെത്തുന്ന സമയത്ത് ഈ പറയുന്ന മൈക്ക വെച്ചിട്ട് ഇത് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പുറത്തെ ഇതുമായിട്ടാണ്. അപ്പൊ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് റിങ്ങിന്റെ യൂസ് എന്താന്ന് ചോദിച്ചാൽ അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? DC വേണ്ടടുത്ത് DC മെഷീനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ് അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ക്ലിയർ അല്ലേ? അപ്പൊ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നതും ഈ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്. എന്തിന്? നമ്മുടെ AC ആയിട്ടുള്ള ഔട്ട്പുട്ട്, യഥാർത്ഥത്തിൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന AC ഔട്ട്പുട്ട് തന്നെയാണ്. അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത്, റൊട്ടേറ്റിംഗ് റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്തു? DC ആക്കി ഔട്ട്പുട്ട് എടുത്തു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്താണ് നമ്മളിപ്പം കണ്ടത് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ സ്പ്ലിറ്റ് റിംഗ് തന്നെയാണ് വേറെ തരത്തിൽ പറഞ്ഞ് നമ്മൾ പറയുന്നത് കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ് അറേഞ്ച്മെന്റ്. ഇതിനെ വേറൊരു പേരാണ് റൊട്ടേറ്റിംഗ് റെക്ടിഫയർ. ഇവിടം വരെ ക്ലിയർ ആണോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ